everyone. Welcome to Superstar Junior. Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. കല്യാണം കല്യാണം തോഴികൾ തരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം നാടം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞ പെണ്ണിന്നു വെണ്ണില പുഴയിൽ കുളിച്ചു മോഹത്തിരകൾ മെഴിയിൽ ഇളകും പെണ്ണിനെ പുലരി സുഗന്ധം പുരട്ടി ഒരു പൊൻകസവാലി സ്വപ്നങ്ങൾ നെയ്ത പൂഞ്ചേലയണിഞ്ഞു മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം കല്യാണം തോഴികൾ താരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം ചൊല്ലടി ചൊല്ലടി ആകുകൾ പിന്നേ ചൊല്ലടി 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 ആകുകൾ പിന്നേ ചൊല്ലടി. Anushree, welcome. വെൽക്കം ചേച്ചി. താങ്ക് യു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സാരി എടുത്തിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, സാരി ഉടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണി കിട്ടുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് തോന്നിയില്ല. നന്നായി പെർഫോം Thank you, ആൻഡ് യു thank you. ലുക്കിംഗ് വെരി പ്രിറ്റി അയ്യോ, As താങ്ക് യു. usual. As usual. ആസ് യൂഷ്വൽ. അതെ. വീണ്ടും വീണ്ടും ഒത്തിരി താങ്ക് യു. അനുശ്രീ, ഹലോ, ഞങ്ങളുടെ വക നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. താങ്ക് യു. അനുശ്രീയുടെ ഞാൻ ഭയങ്കര ഒരു ഫാനാണ്. ആ, അത് വെറുതെ പറയല്ല. എന്ന് വെച്ചാൽ ഫ്രം ദ ഫസ്റ്റ് ഫിലിം ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു എന്താണ് ഒരു അനുശ്രീ എല്ലാവരുടെ ഇങ്ങനെ പറയാട്ടോ, പേടിക്കണം. എല്ലായിടത്തും അതെങ്ങനെ പറയടാ. നീ പറയാറുണ്ട് ഫസ്റ്റ് ഫിലിം തൊട്ട് എങ്ങനെയാണെന്ന് എല്ലായിടത്തും ഒരേ ഡയലോഗ് ഫാനാണെന്ന് ആദ്യം പറഞ്ഞു. ഫാൻ. ഓക്കെ. Anyway, welcome to Superstar Junior. We're very happy to have you here and തീർച്ചയായിട്ടും we'll have a good time. Yeah. And looking forward to it. So thank you for coming. മലയാളി മനസ്സിലേക്ക് എന്താ പറയാ കുറെ നല്ല കഥാപാത്രങ്ങൾ എസ്പെഷ്യലി നുഴഞ്ഞു കയറിയില്ലേ? അതെ, കോമിക് റോളോട് കൂടി എസ്പെഷ്യലി കുറെ കാരണം ഹിറ്റ് ഡയലോഗുകളും നമുക്ക് തന്നിട്ടുണ്ട്. അതെ difficult roles ആണ് actually Exactly, yes. what she did, പണ്ടത്തെ ഉർവശി ചേച്ചിയൊക്കെ ചെയ്തിരുന്ന പോലത്തെ അതെ, ക്യാരക്ടേഴ്സ് ഇപ്പൊ correct. ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. especially ഫഹദിന്റെ കൂടെ ഡയമണ്ട് നെക്ലസ് ഡയമണ്ട് നെക്ലസ് ആൻഡ് ചന്ദ്രേട്ട, ഇത് രണ്ടുമാണ് ഞാൻ കണ്ടേക്കണേന്ന് തോന്നുന്നു അനുശ്രീയുടെ. റിയലി ഒരു ഉഗ്രൻ. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അപ്പൊ ഡയലോഗുകളൊക്കെ ഇവിടെ പറയണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ അത്രയും കാര്യമൊന്നുമില്ല, ഞങ്ങളെല്ലാം കേട്ടോളൂ. അതെ, ഞങ്ങളത് പറയിപ്പിക്കും. പറയിപ്പിക്കും. ഇവിടെ എന്താ പറയാ ജൂനിയർ കണ്ടസ്റ്റൻസ് എല്ലാം മൾട്ടി ടാലന്റഡ് കണ്ടസ്റ്റൻസ് പോലെ തന്നെ ഞങ്ങളിവിടെ പല ഇവിടെ ജൂനിയേഴ്സ് കുട്ടികളും അവിടെ സബ് ജൂനിയർ രണ്ടുപേരും ഉണ്ട്. അതെ, പിന്നെ സബ് ജൂനിയർ 3 പേര് അവിടെ ഉണ്ട്. അതുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. Yeah, വെൽക്കം thank you ടു for സൂപ്പർസ്റ്റാർ coming. ജൂനിയർ വൺസ് അഗൈൻ. Yes. സോ എന്താണ് പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ? പുതിയ വിശേഷങ്ങൾ ഇപ്പം ഞാൻ പ്രിയദർശൻ സാറിന്റെ മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം എന്നാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഒപ്പം. അതെ, ലാൽ സാറിന്റെ കൂടെ ചെയ്യുന്നു. അത് ശരിക്കും ഭയങ്കര ഭാഗ്യമാണ്. കാരണം പ്രിയദർശൻ സാർ മോഹൻലാൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര എന്താ പറയാ ഹിറ്റ് കോമ്പിനേഷനും അതെ. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. Always given hit movies. നമുക്ക് എപ്പോഴാണെങ്കിലും പ്രിയദർശൻ സാർ അവരുടെ ആ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഹിറ്റുകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. നമ്മൾ അതൊക്കെ കണ്ടാണ് സിനിമേനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് ഒത്തിരി ഭാഗ്യം. കൺഗ്രാറ്റുലേഷൻ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദി വെരി അതൊരു ബെസ്റ്റ്. സൂപ്പർ All ഹിറ്റ് the മൂവി best. ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അതെ. സോ യെസ്, സൂപ്പർസ്റ്റാർ ജൂനിയറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാണാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഞാനും ഒരു റിയാലിറ്റി ഷോ വഴി വന്ന ആളാണ്. അതുകൊണ്ട് എപ്പോഴും അന്നും ഇന്നും റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഒരു ഇഷ്ടമുള്ള സംഭവം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് റിയാലിറ്റി ഷോയ്ക്ക് എവിടെ വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. കാരണം വന്ന വഴി മറക്കരുതല്ലോ. വെരി ഗുഡ്. ദാറ്റ്സ് നല്ലൊരു പോയിന്റ് പറഞ്ഞത് അല്ലേ. വെരി ഗുഡ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും കുട്ടികൾ പെർഫോം ചെയ്യാന്ന് പറയുന്നത് അതിന് എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. സോ എന്തായാലും കുഞ്ഞി കുട്ടികളുടെ പെർഫോമൻസ് എന്താണെന്ന്, എങ്ങനെയാണ് അവർ ചെയ്യണതെന്ന് എനിക്കും ലൈവായിട്ടൊന്ന് കാണാൻ പറ്റും, ആസ്വദിക്കാം. അവർ എന്ത് ചെയ്യുന്നു എന്ന് അതിനെ അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യാണ്ട് അവർ ചെയ്യുന്നത് ആസ്വദിക്കാൻ കഴിയും. അതൊരു വലിയ കാര്യം തന്നെയാണ്.
സോ എന്തായാലും കുറച്ച് നേരം ഞാനും ഉണ്ടാവും. അതുകൊണ്ട് നല്ല 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 പെർഫോമൻസ് കാഴ്ചവെക്കാം. യെസ്. സോ അപ്പോൾ അനുശ്രീ, നമുക്ക് ഞെട്ടിക്കാം. സിനിമ പാട്ടുകൾ ഓൾറെഡി നിങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ പേടിപ്പിക്കാനല്ല. പാട്ടിൽ ലിപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഴിവാണത്. ഭയങ്കരമായിട്ടുള്ള, അതായത് ഒറിജിനൽ ഇപ്പോൾ സുജാ ചേച്ചിയൊക്കെ പാടുന്ന, അല്ല ചിത്ര ചേച്ചി പാടുന്ന പാട്ടുകൾക്ക് ലിപ്പ് അനുശ്രീ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ലിപ്പ് ചെയ്യേണ്ട ഒറിജിനലേ അങ്ങോട്ട് പാടിക്കോ. ഒറിജിനലേ പാടാം. സമയമുണ്ട്. എന്നാ പിന്നെ നമുക്ക് അത് തുടങ്ങാം. അങ്ങനെ നമുക്ക് 2 ദിവസം 3 ഞാൻ ദിവസം സമയം. വിചാരിച്ചു അല്ല, നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയാലോ സ്റ്റീഫൻ ചേട്ടാ? സിനിമയുടെ വേണ്ട, പുറകിലുള്ള കുറച്ചൊരു ബ്രേക്ക് കൊടുക്കാം. വേണോ? പിന്നെ സമയമുണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ തന്നെ തുടങ്ങാം. ഓ വെരി നൈസ്. ഇപ്പൊ റെഡിയാണ്. ഓ കൈയടിക്കൂ. വെരി നൈസ്. അപ്പൊ 2 വരി പാട്ടോട് കൂടി തുടങ്ങാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇതൊന്നും പറയാൻ പറ്റില്ല. സോറി. ഇവിടെ സ്റ്റീഫൻ ഒരു വർഷം ചേട്ടൻ പറഞ്ഞു വന്നപ്പോ ഞാൻ വെച്ച് എന്താണ്ട് ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവം പറഞ്ഞു വരികയാണ്. ഞാനതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ തുടങ്ങി വെച്ചത്. പക്ഷെ രജിത, കുറച്ച് സമയം കൊടുക്കാം. ഒന്ന് ഞങ്ങള് എന്താ പറയാ, നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഒരു പാട്ടൊക്കെ കണ്ടിട്ട് അതെ, ഇതൊക്കെ ഒന്ന് യൂസ്ഡ് ആയിട്ട് വന്നിട്ട്. അതെ, അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് ഞങ്ങൾ തരാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. Yes, thank you. അവിടെ ഇരുന്ന് പ്ലീസ് സപ്പോർട്ട് അസ്. Yes. അപ്പൊ ഇത് എന്തായാലും ഇത് ഇവിടെ അനുഷയുടെ സീറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ അങ്ങോട്ട് മാറുമായിരിക്കും. അത് അനുഷയുടെ ഇഷ്ടം. അല്ല, ഈ സെലിബ്രിറ്റി ഗസ്റ്റ് വരുമ്പോൾ അവിടെ തന്നെ ചെയർ ഇടുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് ആരുടെ ചെയർ ഇവിടെ ഇട്ടാലും നിനക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ നീയാണ് അപ്പൊ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അല്ല, എന്റെ മനസ്സ് അതേ സ്ഥിതി തന്നെയാണ് സ്റ്റീഫൻ ചേട്ടനും. ആണ് ആണല്ലേ? മനസ്സ് മുഴുവനായിട്ട് അവൻ ഒപ്പിയെടുക്കാറുണ്ട് ചില നേരത്ത്. അതവന്റെ സ്വഭാവ. എന്തായാലും ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ എന്താ പറയാ എല്ലാം പുറത്തു കൊണ്ടുവന്ന് അനുസരിച്ച് പേടിപ്പിക്കണ്ട. ആ ഇംപ്രഷൻ കളയണ്ട. ഇംപ്രഷൻ തൽക്കാലം കുറച്ച് ബാക്കി വെക്കാം. മുഖത്തിന് മനസ്സിലായി എന്താന്ന്. ഞാൻ എവിടെയാണ് വന്ന് പെട്ടിരിക്കണേ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്തായാലും അനുശ്രീ, താങ്ക് യു സോ മച്ച് ആൻഡ് സോ വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം കല്യാണം തോഴികൾ തരകൾ കാതിൽ പറഞ്ഞല്ലോ കിന്നാരം നാടം നിറഞ്ഞു തൊടുത്തു വിരിഞ്ഞ പെണ്ണിന്നു വെണ്ണില പുഴയിൽ കുളിച്ചു മോഹത്തിര. സോ നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കിടക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ശ്രീലക്ഷ്മി. ഫ്രോക്ക് ഒക്കെ പിടിച്ച് ഭയങ്കര വൈറ്റ് ആൻഡ് വൈറ്റ് വെള്ളരി പ്രാവിന്റെ ചങ്ങാതിയായിട്ടാണല്ലോ. അടിപൊളിയായിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ ഒക്കെ കൂടി നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് റൗണ്ട്സിലേക്ക് നോക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? മാജിക്കൽ കോമ്പിനേഷൻ. സോ യെസ്, പറയൂ, ഇന്ന് ഏത് മാജിക്കൽ കോമ്പിനേഷൻ സോങ് ആണ് നമ്മൾ പാടാൻ പോകുന്നത്? ദസ്തക് എന്ന ഫിലിമിലെ ബയ്യാനാദരു. മൈ ഗാഡ്, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഭയങ്കര എന്താ പറയാ എവർഗ്രീൻ ഓൾഡ് സോങ് ആണ്. ലതാ മങ്കേഷ്കർ സോങ്. ലതാ മങ്കേഷ്കറും മദൻ മോഹൻ കൂട്ടുകെട്ടിൽ വന്നൊരു സോങ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാട്. താങ്ക് യു ചേട്ടാ. ഓക്കെ. ബയ്യാനാഥരു ഓ ബലമാ ബയ്യാനാഥരു ഓ ബലമാ ബയ്യാനാഥരു ഓ ബലമാ ना करो मुझसे ബയ്യാനാഥരു ഓ ബലമാ
छोड़ो हाय सजना मोहे छोड़ो हाय मोहे छोड़ो 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 सजना मोहे छोड़ो हाय सजना जिया शीशुताई सजना जिया शीशुताई उताई सजना जिया शीशुताई सजना रहा मोहे निहार बैया ना थरू ना थरू ना थरू परमा मैं तो आप बहकी बहकी मैं तो आप बहकी 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 आ मैं तो आप बहकी बहकी चलूं जैसे महकी महकी चलूं जैसे महकी महकी चलूं जैसे महकी चमेलिया के तार बैया ना धरो हो बलमा ना करो मुझसे रार बैया ना धरो ना धरो ना धरो हो बलमा ശ്രീലക്ഷ്മി കുട്ടി ചേട്ടാ ആ ഒന്നുകൂടി പറയൂ ആ ക്വസ്റ്റൻ ഒന്നും കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തോളൂ ചോദിക്കൂ. എന്താ കുഴപ്പമില്ലായിരുന്നല്ലോ രജത് അതെ കുഴപ്പമില്ലായിരുന്നു അല്ലേ അല്ലല്ലല്ലേ. ആ അതാണ് അല്ല വന്നപ്പോ എന്നെ നന്നായി പറഞ്ഞാലേ പാടി. ഒരു കുഴപ്പമില്ലായിരുന്നു ഓക്കെ കുഴപ്പമില്ലായിരുന്നല്ലോ അങ്ങനെ ചോദിച്ചാ അതെ ഓ പറഞ്ഞാണ് ഭയങ്കര സൈലന്റ് തീരെ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും ജഡ്ജസിനോട് ചോദിക്കാം ഓക്കെ ആ സ്റ്റീവൻ ചേട്ടാ ശ്രീലക്ഷ്മി ചേട്ടാ 5 മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യനെ എത്രത്തോളം ഇമോഷണൽ ആക്കാന്ന് ശ്രീലക്ഷ്മി തെളിയിച്ചു. ഭയങ്കര ടച്ചിങ് ആയിരുന്നു സോങ്, ഭയങ്കര ഫീലായിരുന്നു. ഒന്നും പറയാൻ അധികം ഇല്ല, എനിക്കൊന്നുമില്ല. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഹിന്ദി മാത്രമേ ഉള്ളൂ. ഹിന്ദി മലയാളം ഹിന്ദി എനിക്ക് ഫീൽ ചെയ്തു. അല്ലാത്ത പക്ഷം ഭയങ്കര ഒരു പ്രൊഫഷണൽ, ഇത്ര പ്രായത്തിൽ ഇങ്ങനെ പ്രൊഫഷണൽ ആവാൻ ശ്രമിക്കുന്നതിൻ്റെ നല്ലൊരു യു ആർ സോ മച്ച് പുട്ടിങ് സോ മച്ച് ഓഫ് ടൈം ആൻഡ് എനർജി ഫോർ ദിസ്, അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഓൾറെഡി ശ്രീലക്ഷ്മിക്ക് ഒരു കഴിവുണ്ട് അങ്ങനത്തെ ഒരു സോങ്, ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ളൊരു സോങ് എടുക്കാൻ. ഒന്നാമത് ഗ്രേറ്റ് കമ്പോസർ മദൻ മോഹൻ സാറിൻ്റെ കോമ്പോസിഷനാണ്, അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്. സോ ദർ ഇസ് ലോട്ട് ഓഫ് സ്പെഷ്യാലിറ്റി. പിന്നെ അവരുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ ബാബുരാജ് മാസ്റ്റർ എസ് ജാനകി കോമ്പിനേഷൻ്റെ അത് തന്നെയാണ് ബോളിവുഡിൽ മദൻ മോഹൻ സാറും ലതാ മങ്കേഷ്കറും. സോ താങ്ക് യു ഫോർ ബ്രിങ്ങിങ് അപ്പ് ദാറ്റ് സോങ്. അപ്പോൾ താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. മോളെ മാം മദൻ മോഹൻ ലതാജി എന്ന് പറഞ്ഞ ഒരു അനശ്വരമായ ഒരു ടീമാണത് അവർ. അത് ലതാജിക്ക് മാത്രം മേ ബി പാർഷ്യലായിരുന്നു മദൻ മോഹൻ എന്നും കൂടെ പറയാം. അത്ര ബെസ്റ്റ് സോങ്സ് ലതാജിക്ക് കൊടുത്തിട്ടുണ്ട്. മോള് പാടിയ ഈ പാട്ട് നൈനാ ബർസേ, തൂ ജഹാ ജഹാ ചലേഗ, ആപ്കി നസ്റോ, യൂ ഹസ്രത്തോ, അതൊക്കെ എല്ലാ സിംഗേഴ്സും പഠിച്ചിരിക്കേണ്ട പാട്ടുകളാണ്. ഫീമെയിൽ സിംഗേഴ്സിന് ഇതൊക്കെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ. ഇതൊക്കെ പഠിച്ചാൽ മതി. ബ്രെത്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, അതൊക്കെ ഇതിലുണ്ട്. ജാനകിയമ്മയ്ക്ക് നാച്ചുറലായിട്ട് ഭയങ്കര ഒരുപാട് ബ്രെത്ത് ഉള്ളൊരു സിംഗറാണ്, ബ്രെത്ത് കപ്പാസിറ്റി. ലതാജി എങ്ങനെയാണെന്ന് വെച്ചാൽ വാക്കുകൾ മുറിക്കുന്നത് ഭയങ്കരമായിട്ട് പഠിക്കാം നമുക്ക്. ചില കറക്റ്റ് സ്ഥലത്ത് അത് മുറിച്ച് ബ്രെത്ത് എടുക്കുക. അത് ലതാജിയുടെ മോള് നല്ലോണം ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ നമുക്കതൊരു പാഠമാണ് ലതാജിയുടെ സിംഗിങ്ങിൽ. മോളിന്ന് പാടിയത് അസാധ്യം എന്ന് വെച്ചാൽ എന്താ പറയണേ,
ശരിക്കും ഇങ്ങനെ മയങ്ങി ആ 5 മിനിറ്റ് ഞങ്ങൾ എവിടെയോ പോയി അങ്ങനെ ജസ്റ്റ് താങ്ക് യു മാം. ബ്ലിസ് ആയിരുന്നു. അത് ആ ഡ്രസ്സ് ഒരു മീറയെ പോലെ നിന്ന് ഇങ്ങനെ ഒരു ഡിവോഷനുള്ളൊരു പാട്ട് പാടുമ്പോൾ ഭയങ്കര ഒരു മൂഡായിരുന്നു ഇവിടെ തന്നത്. ആൻഡ് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മിക്ക്. അതും കൂടെ ആ പേടിയും കൂടെ അവോയ്ഡ് ചെയ്യാം. കാരണം അവസാനം നിർത്തുമ്പോഴൊക്കെ ശ്രീലക്ഷ്മി ഇനിയും ഈ സ്റ്റേജിൽ പേടിക്കണ്ട. കാരണം ശ്രീലക്ഷ്മി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ശ്രീലക്ഷ്മി നല്ല സിംഗറാണ്. ഞങ്ങൾക്കൊക്കെ അറിയാം ശ്രീലക്ഷ്മി ഉഗ്രൻ സിംഗറാണ്. ശ്രീലക്ഷ്മി തന്നെ ശ്രീലക്ഷ്മിയുടെ ഓരോരോ സ്റ്റെപ്സ് മുന്നോട്ട് ഞങ്ങൾക്ക് ആ അനുഭവം തന്നാൽ മാത്രം മതി. കാരണം യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ് ആൻഡ് യു ആർ കേപ്പബിൾ ഓഫ് ദ ബെസ്റ്റ് ഓൺലി. ഗോഡ് ബ്ലെസ് യു കണ്ണ. താങ്ക് യു മാം. താങ്ക് യു. വിജയ് ചേട്ടാ? യെസ് ശ്രീലക്ഷ്മി. ചേട്ടാ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഒരു ഭയങ്കരമായിട്ട് കുളമായിട്ട് പാടിയ പോലത്തെ ഒരു എക്സ്പ്രഷൻ ആയിരുന്നല്ലോ. അല്ല കഴിഞ്ഞ എൻ്റെ സന്തോഷം. അതായിരുന്നല്ലേ? ഓക്കെ. എനിക്ക് പാട്ട് എന്താണ് ഓക്കെ ആണെന്നല്ല തോന്നിയത്. എനിക്കത് ഭയങ്കര എക്സലൻറ്റിനെക്കാട്ടിലും മുകളിൽ ഭയങ്കര ഒരു ഫാബുലസ് പെർഫോമൻസ് എന്നായിട്ടാണ് തോന്നിയത്. ബിക്കോസ് യു വർ സോ ഇൻ ടു ദ സോൺ. ആ ഒരു പാട്ടിൻ്റെ ആവശ്യമുള്ള ആ ഒരു മെൻറ്റാലിറ്റി, ഐ തിങ്ക് ആ ഒരു കാം അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് സുജാ ചേച്ചി പറഞ്ഞ പോലെ ആ ഒരു ഇത്രയും ഒരു ചെറുപ്രായത്തിൽ ടു സിങ് ഇൻ ദാറ്റ് മെച്യൂരിറ്റി വെച്ചുകൊണ്ടും ആ ഒരു കൺട്രോൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഇമോഷൻസ് ആൻഡ് എവറിത്തിങ് വാസ് സിംപ്ലി ബ്രില്യൻറ്റ്. ആൻഡ് കഴിഞ്ഞ ഇത് അഞ്ജന പാടി വെച്ചിട്ട് എനിക്ക് അതുപോലെയാണ്. ലൈക്ക് ഐ റിയലി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ. നിങ്ങൾ ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ഒരു ലെവലിൽ പാടുമ്പോഴത്തേക്കും ഞാൻ ഈ വയസ്സിലൊക്കെ ഇതിൻ്റെ ഒരു 7% പോലും പാടിയിട്ടില്ല. സോ ഗോഡ് ബ്ലെസ് യു ആൻഡ് കീപ് ഗോയിങ് ലൈക്ക് ദിസ്. യാ, താങ്ക് യു ചേട്ടാ. അനുശ്രീ ചേച്ചി? ശ്രീലക്ഷ്മി കുട്ടി ചേച്ചി നന്നായിട്ട് പാടി. ഇവർ പറഞ്ഞ പോലൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എനിക്കത് കേട്ടിട്ട് ഞാൻ എങ്ങനെ കേട്ടു എന്നുള്ളത് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. പക്ഷെ നല്ലതായിട്ട് പാടി. ഇവർ പറഞ്ഞതുപോലെ മോള് നല്ല പെർഫോമർ ആണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒത്തിരി സമയമുണ്ട് നിങ്ങൾക്ക് ഇനി നല്ലതായിട്ട് പാടാനായിട്ട്. കാരണം കുഞ്ഞിപ്രായമല്ലേ. സോ നന്നായിട്ട് പാടി പഠിക്കുക. ഇനി ഒത്തിരി പാട്ട് പാടാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. താങ്ക് യു. അപ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലല്ലേ? ഇനി മാർക്സ് കൂടി കേൾക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി മാർക്സിലേക്ക് കടക്കാം. യെസ്. സോ ശിവൻ ചേട്ടാ, ഓക്കെ. താങ്ക് യു. അപ്പോൾ സുജാത ചേച്ചി? സോ വിജയ് ചേട്ടാ, അനുശ്രീയുടെ ഒരു 1 മാർക്ക് എക്സ്ട്രാ കൂട്ടിയിട്ടിട്ട് ഗസ്റ്റിന് 1/2 മാർക്ക് മാത്രമേ ഉള്ളൂ. ആണോ? അത്രേ ഉള്ളൂ. ഒരു മാർക്ക് എക്സ്ട്രാ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ സ്കോർ അറിയാം. കമോൺ. എന്നാൽ ഇന്നത്തെ ഗസ്റ്റിന് 1 മാർക്ക് എക്സ്ട്രാ. ഓക്കെ, അടിപൊളി. 27.5. ഓക്കെ, അപ്പൊ എന്തായാലും 27.5 നല്ല മാർക്കൊക്കെ കിട്ടി. നെക്സ്റ്റ് ഇനി ഒന്നും നോക്കണ്ട, 30 അത് മതി. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. ശ്രീലക്ഷ്മിയോട് കൂടിയും എല്ലാവരോടും കൂടി പറയാം, ആരെങ്കിലൊക്കെ ഒരു 5 മാർക്ക് ഇടാൻ വേണ്ടി ആരെങ്കിലും സഹായിക്കണം. അത് ആക്ച്വലി സ്റ്റെപ്പ് അപ്പ് കഴിഞ്ഞപ്പോ മുതല് പ്ലീസ് മനസ്സിൽ വെച്ചോണം അത്. പ്ലീസ് അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു പാട്ട് കൊളവാക്കാനുണ്ടെങ്കിൽ ഒരു അവസരം തരണം. ആ ഒരു 5 മാർക്ക് എങ്ങനെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണം ആരെങ്കിലും ഒരാൾ. പ്ലീസ്. ഞാന് നമ്മളെ എന്താ പറയാ തുടങ്ങുമ്പോഴേ പറഞ്ഞില്ലേ, 5 മുതൽ തുടങ്ങുന്നു പറഞ്ഞപ്പോഴേ പറഞ്ഞില്ലേ, നമ്മൾ എന്തായാലും എല്ലാവരും 8.5 മുതലേ തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ പാലിക്കുകയാണ് അല്ലേ? ഇനി അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ ശ്രമിച്ചാലും ഞങ്ങൾ അങ്ങനത്തെ ഒരു പാട്ട് തരില്ല. ശരി അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. Welcome back to Superstar Junior. Let's welcome our next contestant, Christy. Christy. Ever energetic Christy. എന്താണ് ക്രിസ്റ്റി, എന്തൊക്കെയാണ് വിശേഷം? സുഖം. സുഖം. ഈ ഹെയർ സ്റ്റൈൽ ആര് പറഞ്ഞു ചെയ്താണ്? ഇങ്ങനെ അത് തന്നെ തന്നെ ചെയ്താ? പറഞ്ഞു ഇത് മഷ്റൂം കട്ട്, മിലിറ്ററി കട്ട് അങ്ങനെയൊക്കെയാണോ?
അതൊന്നും അറിയില്ല. ഇതിപ്പോ ട്രെൻഡ് ആക്കി മാറ്റാനുള്ള ഉദ്ദേശമായിരിക്കും. ശരി, അപ്പൊ ആ ട്രെൻഡിന്റെ കൂടെ നമുക്ക് റൗണ്ട് കൂടി നോക്കാം. നോക്കാം. ഓക്കെ, ഓക്കെ, റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാണ് മോൻ ചൂസ് ചെയ്യണേ? ക്ലാസിക് ഹിറ്റ്സ്. ക്ലാസിക് ഹിറ്റ്സിൽ ഏത് ഏത് ഹിറ്റ് song? പാട്ടാണ്? CID നസീർ എന്ന് പറഞ്ഞ സിനിമയിലെ ശ്ശോ, ആ, നീലനിശീതിനി. ഓഫ്, എന്താ പറയാ, ഭയങ്കര ഒരു ഗോസ്റ്റ് ഓറിയന്റഡ് പാട്ടാണ് അല്ലേ? ഈ പാട്ട് ശരിക്കും എടുക്കാൻ കാരണം അഞ്ജലി ചേച്ചിനെ ആലോചിച്ചിട്ടാണോ? അങ്ങനെയല്ല. അതിന് എന്നെ ഏകദേശം അങ്ങനെ ആലോചിച്ച് ആലോചിക്കണം. പാടാൻ വേണ്ടിയിട്ടാണ്. ആ, ഈ പാട്ട് അങ്ങനെ പാടാൻ പറ്റുള്ളൂ. ആണല്ലേ? അറിയില്ലല്ലേ? ഇല്ല, അതാണ്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ക്രിസ്റ്റി എന്തോ ആരോടെ കുട്ടി ബ്രഹ്മാനന്ദൻ പാവം കുട്ടിയെ പോലെ ഇങ്ങനെ നിൽക്കാണ്. എന്താ അല്ല, പാട്ടൊക്കെ പാടി ഇത്രയും അടിപൊളിയായിട്ടുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. ഭയങ്കര പാവമായിട്ട് എളിമയോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം. യെസ് വിജയ് ചേട്ടാ. യെസ്. അപ്പോൾ ക്രിസ്റ്റി, എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്രിസ്റ്റി പാടിയത്. വെരി പോയിസ്ഡ് ആയിരുന്നു ആൻഡ് നല്ല ഐ തിങ്ക് 1-2 സ്ഥലത്ത് നിനക്ക് തന്നെ അറിയാം എവിടെ തെറ്റ് വന്നു എന്നുള്ളത്. പക്ഷെ അതല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഐ തിങ്ക് വെരി നൈസ് സോങ്. ഇതൊരു സോങ് നല്ലൊരു മെലഡിയാണ്, നല്ലൊരു ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ഈസി. അത് നന്നായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പക്ഷെ ഇനിയും പെർഫോമൻസ് എന്നല്ല ഞാൻ പറഞ്ഞ പാട്ടിൻ്റെ സെലക്ഷനിലും നിങ്ങൾ നോക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ നല്ലൊരു സോങ് ആണ്. ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട് ഇതല്ല. പക്ഷേ ഇനി ഈ സ്റ്റേജിൽ ഒരു ഭയങ്കര വാവ് എന്നുള്ള ഒരു സംഭവം വേണം കുറച്ചൊക്കെ. ഓക്കെ, അതിപ്പോൾ ഇനിയിപ്പോൾ ഈ സോങ് ഒക്കെ ഒരു സാധാരണ ഒരു പാട്ട് നന്നായിട്ട് പാടി, വലിയ തെറ്റൊന്നും വന്നില്ല, അതുകൊണ്ട് യോ ഓക്കെ. പക്ഷേ നെക്സ്റ്റ് സോങ് ഈ റൗണ്ടിൽ തന്നെ ഈ സ്റ്റേജിൽ തന്നെ ഷുഡ് ബി സംതിങ് ലൈക്ക് ഓ വാവ് ഓക്കെ നൗ വി ഹാവ് ടു പുഷ് ഹിം ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ള പോലെ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. സുജാത ചേച്ചി. ക്രിസ്റ്റി, എന്തോ ക്രിസ്റ്റി നല്ലോണം പാടി മോനെ. താങ്ക് യു മാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഈ പാട്ട്. ബിജു ചേട്ടൻ പറഞ്ഞു, പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് പാടി ഈ പാട്ട് ഭയങ്കര സുഖമാണ്. ഒരു ഭയങ്കര മാജിക്കുള്ളൊരു പാട്ടാണിത്. മോൻ ഇനിയും നല്ലോണം പാടാം. മോൻ്റെ വയസ്സിന് അസലായി പാടി. ചരണങ്ങൾ കുറച്ച് ചളുക്കുകൾ അങ്ങ് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും അത് തുറന്ന് പാടും. ഇപ്പൊ അത് അവിടെയൊക്കെ അതെത്ര വലിയ പ്രയാസമുണ്ടോ? അതൊരു സാധനം, അതൊരു സംഗതി എന്നൊക്കെ ആലോചിക്കണ്ട. താളത്തിൽ പാട്. അത് ഫുൾ കുറച്ചൊരു ഇതായിട്ട് പാടും. ജാലകവാതിലിൻ വെള്ളിക്കൊളുത്തുകൾ താളത്തിൽ കാറ്റിൽ കിലുങ്ങി. അതെന്താ അതിലപ്പുറം വേറെ 2-3 സംഗതികൾ, ഡിഫിക്കൽട്ട് സംഗതികൾ ഈസി ആയിട്ട് പാടി. ഈ ഒരു കുഞ്ഞു സാധനം അവൻ വരുന്നില്ല. ആ കുഴപ്പമില്ല, അടുത്ത സ്റ്റേജിലേക്ക് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി അത് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ അസല നല്ല ഫീലായിരുന്നു മോനെ. ഈ പാട്ടിൻ്റെ മെയിൻ നമുക്ക് ആ പാട്ട് അനുഭവിക്കാൻ പറ്റണം, അത് മോൻ തന്നു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. ക്രിസ്റ്റി, എന്തോ എന്ത് ഹെയർ കട്ടാണത്? കലകി. താങ്ക് യു. പാട്ട് നന്നായി പാടി. ഈ പറഞ്ഞ മാതിരി ഈ പാട്ടിന് അർജുൻ സാറിൻ്റെ ഒരു അർജുൻ മാസ്റ്ററുടെ ഒരു ഗ്രേറ്റ് കോമ്പോസിഷനാണ്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അർജുൻ മാസ്റ്റർ ചെയ്തെങ്കിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ശേഖർ സാറാണ്. ശേഖർ സാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ AR റഹ്മാൻ്റെ ഫാദർ, അവരാണത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അർജുൻ മാസ്റ്റർ എല്ലാ കോമ്പോസിഷൻസും ശേഖർ സാറാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയായിരിക്കും അതിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ പാട്ടിനും കോമ്പോസിഷനിൽ തന്നെ ഓൾറെഡി നല്ലൊരു സ്പെഷ്യൽ ദർ ഇസ് എ ടച്ച്, നല്ലൊരു മാജിക് ഉണ്ട്. നീ ഓൾമോസ്റ്റ് അത് കൊടുന്നു. അത് മുഴുവനായി എന്ന് പറയാൻ പറ്റില്ല, നീ നന്നായി പാടി, വൃത്തിയിൽ പാട്ട് പാടി. അവിടെ ഇവിടെയൊക്കെ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നന്നായിട്ട് പാടി. പക്ഷെ നേരത്തെ വിജു ചേട്ടൻ പറഞ്ഞതും ചേച്ചി പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനെക്കാട്ടിലും നന്നായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിനക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അടുത്ത റൗണ്ടിൽ അല്ലെങ്കിൽ ഇനിയും കൂടുതലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നീ അങ്ങനെയല്ല, നിനക്ക് ആ ഒരു കാലിബർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനിയും കൂടുതലായിട്ട് സംഭവങ്ങൾ കൊണ്ടുവരണം എന്ന് കേട്ടോ. അപ്പോൾ അത് ഇടണം, നിനക്കത് ചെയ്യാനും പറ്റും. കാരണം നിനക്ക് നല്ല സ്വരമുണ്ട്, നിനക്ക് നല്ല പാടാനുള്ള കഴിവുണ്ട്, നല്ല കൺട്രോളുണ്ട് നിൻ്റെ വോയിസിന്. അപ്പോൾ അത് ഇനി കൂടുതലായിട്ട് ഇട്ടിട്ട് ഒരു നല്ലൊരു മാജിക് ക്രിയേറ്റ് ചെയ്യണം ചില പാട്ടുകൾക്കൊക്കെ. അപ്പോൾ അത് നമ്മളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പാട്ടും വൃത്തിയായിട്ടും നിങ്ങൾ പാടിയിട്ടുണ്ട്. സോ വി ആർ എക്സ്പെക്ടിങ് മോർ ഫ്രം യു ക്രിസ്റ്റി. അപ്പോൾ ചെയ്യോ? ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ചെയ്യോ? ചെയ്യും. ചെയ്യുന്ന പറയണം, അവൻ്റെ ഓം മറന്നുപോയി അവൻ. കുഴപ്പമില്ല. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഒക്കെ. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദി സോങ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. അനുശ്രീ ചേച്ചി. ക്രിസ്റ്റിക്കുട്ടാ, എന്തോ എപ്പോഴും നല്ല ചിരിച്ചിട്ടാണ് ആള്. എന്തായാലും നല്ല സുന്ദരക്കുട്ടപ്പനാണ്. നല്ലതായിട്ട് പാടി. ഈ പറഞ്ഞതുപോലെ ജഡ്ജസ് മോൻ ഇതിലും നന്നായിട്ട് പാടാൻ കഴിയും ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിനുള്ള കഴിവ് മോൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. സോ അടുത്ത പാട്ട് ഒട്ടും പ്രശ്നമൊന്നും വരാണ്ട് നല്ലതുപോലെ പാടുക. ഇതിൽ മാർക്ക് ഇപ്പം തരാൻ പോണതിലും മാർക്ക് എത്രയാണോ അതിലും കൂടുതൽ വാങ്ങുക. ഓക്കെ, ശരി. താങ്ക് യു. അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. സോ യെസ് സ്റ്റീഫൻ ചേട്ടാ.
8.5. താങ്ക് സുജാത യു ചേച്ചി. ചേട്ടാ. സുജാത ചേച്ചി 8 marks. Yes, now Vijay ചേട്ടാ. വിജയ് ചേട്ടാ. അവന്റെ ചിരിക്കാണ് ആ മാർക്ക്. അപ്പൊ ടോട്ടൽ മാർക്ക് 24.5. യെസ്. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും നല്ല ഉഗ്രൻ സ്കോറുമായിട്ട് ഇതിലും നന്നായിട്ട് പാടിയിട്ട് അല്ലേ? നമുക്ക് ഓക്കെ, കാണാം. ഓൾ ദി ബെസ്റ്റ് മോനെ. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. കൃഷ്ണ. കൃഷ്ണ. കൃഷ്ണകുട്ടി, ഇത് എന്തൊക്കെയാണ് തലയിലൊക്കെ? ഇതെന്താണ് സംഭവം? ഇതാരാ ചെയ്തെന്ന്? ഇതൊക്കെ ആരാ ചെയ്തെന്ന്? ആരാ? ഹെയർ സ്റ്റൈലിസ്റ്റ്. ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡി. ഓക്കെ ഓക്കെ. ഭയങ്കര സുന്ദരി കുട്ടിയായിരിക്കുകയാണ്. എന്തായാലും നമുക്ക് റൗണ്ട്സ് നോക്കാം. ഓക്കെ, Okay. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? ഇറ്റ്സ് മൈ ഹീറോ. സോ ഹൂസ് യുവർ ഹീറോ? മാധുരി ദീക്ഷിത്. ഹീറോ അല്ല, Heroine ഹീറോയിൻ ആണ്. അല്ലേ? ഓഹോ. ഓക്കെ. അപ്പൊ മാധുരി ദീക്ഷിത്തിന്റെ ഏത് ഏത് സോങ് ആണ്? മാറിഡാല. മാറിഡാല, ദേവദാസ് മാറിഡാല. മൂവിയിലെ ഓ, അപ്പൊ 2 ഹീറോയിൻസ് ആണ് അല്ലേ മൊത്തം സിനിമയില്? സിനിമയില്. അപ്പൊ മോൾക്ക് പക്ഷേ മാധുരി ദീക്ഷിതാണോ ഏറ്റവും ഫേവറേറ്റ് ആക്ട്രസ്? ആണോ? അപ്പൊ അതേ ഗ്രേസിൽ തന്നെ ഈ പാട്ട് നന്നായി- തകർക്കൂ. അതെ, പാടൂ, തകർക്കൂ. സോ കൃഷ്ണക്കുട്ടിയുടെ നല്ല പെർഫോമൻസിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് ആയാലോ? സോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി break. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ നമുക്ക് കൃഷ്ണയുടെ പെർഫോമൻസ് കാണാം. ഓക്കെ, കാണാം. അപ്പോൾ ഇറ്റ്സ് മൈ ഹീറോ റൗണ്ടിൽ ഹീറോയിനായ മാധുരി ദീക്ഷിത്തിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സോ ദേവദാസ് സോങ് അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ये किसकी है याहटन, ये किसका है साया, हुई दिल में दस्तकन, यहाँ कौन आया? हम पे ये किसने हरा रंग डाला, ओ हम पे ये किसने हरा रंग डाला, खुशी ने हमारे हमें मार डाला, ओ मार डाला, मार डाला, मार डाला। हमने किसने हरा रंग डाला, खुशी ने हमारी हमें मार डाला, हमें मार डाला, हमें मार डाला, हमें मार डाला, अल्लाह मार डाला, अल्लाह मार डाला, अल्लाह। दोम दोम तनना तनना तेरा दोम दोम तनना तनना तेरा तदरे न तारों से कोई भी रिश्ता बनाया, न रब से भी कोई शिकायत की, न रब से भी कोई शिकायत की। हर गम को हमने छुपाया, हर सितम को हंस के उठाया, कांटों को भी गले से लगाया, और फूलों से सुकून खाया। हम अगर दवा में जब ये हाथ उठाया, हो हम अगर दवा में जब ये हाथ उठाया, खुदा से दुआ
പ്രൈസ് സ്പോൺസർഡ് ബൈ നിറപറ മലയാളത്തിന്റെ മഹാരുചി. ഫോർത്ത് പ്രൈസ് സ്പോൺസർഡ് ബൈ നന്ദനം സാനിറ്ററീസ്. കൃഷ്ണ സുന്ദരിക്കുട്ടി, നീ ചിരിക്കൂ. അതെ, ആ ചിരി എവിടെ? ആ ചിരിക്കാണ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണേ. ആ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ കമന്റ്സിലേക്ക് കിടക്കാം അല്ലേ? ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു മോൾക്ക് പാടാൻ? ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ചെറിയൊരു അതൊന്നും വിഷയമല്ല, നമുക്ക് ചോദിക്കാം. അപ്പോൾ യെസ്, സ്ട്രെയിൻ ഉണ്ടെങ്കിലും പറയില്ല. അതെ. അപ്പോൾ യെസ് സ്റ്റീവൻ ചേട്ടാ. കൃഷ്ണ, പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എന്തൊക്കെയാണ് ഷോളെന്നൊക്കെ വിമുക്തയായോ? മാറിയില്ലേ? കഴുത്തൊക്കെ ചെറുതായി നേരത്തെ പറഞ്ഞ മാതിരി. തൊണ്ടയുണ്ടാവില്ല തോന്നണു കുറച്ച് കഴിയുമ്പോൾ. അസുഖമൊക്കെ മാറിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം എല്ലാം മാറി വരുന്ന ഞങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കുക കൃഷ്ണയുടെ കയ്യിൽ നിന്ന് വലിയൊരു മിസൈൽ ഇങ്ങോട്ട്. മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് നല്ല അമ്മച്ചിമാരും അമ്മമാരൊക്കെ പറയണ ഒരു മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയണ. ആണോ? ഓക്കെ. പാട്ടിനെ ചെറിയതായിട്ട് ഇങ്ങനെ എഫക്റ്റ് ചെയ്തു തുടക്കമൊക്കെ ഒന്ന്. പിന്നെ ആ ഒരു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പറ്റിയാലും മുഖത്ത് അറിയേണ്ട ആവശ്യമില്ല. അത് അങ്ങോട്ട് ഒരു ഒരു ഡോണ്ട് കെയർ വിടണം. ആ ഒരു ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ പോകണം. ഐ വിൽ സിങ് ബെസ്റ്റ് അന്ന് പറഞ്ഞില്ലേ, ഇതൊരു അവസരമാണ്. ഈ ഇതാണല്ലേ സൂപ്പർ സ്റ്റാർ ജൂനിയർ നിനക്ക് തരുന്ന ഒരു വലിയൊരു അവസരമാണ്. നിനക്കൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കഴിവിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ എന്തോ ഒരു പിടുത്തം എന്തോ വലിക്കുന്നു എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ഞാനതുകൊണ്ട് ഞാനൊരു മിഡ്പല്ലേ മുതൽ ഞാൻ കണ്ണടച്ചിരുന്നു. ഇനിയിപ്പോൾ കണ്ണടച്ചിരുന്ന് എങ്ങനെ കേൾക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. കണ്ണടച്ചിരുന്ന് കേൾക്കുമ്പോൾ കൃഷ്ണ നല്ല കഴിവുള്ളൊരു പാട്ടുകാരിയാണ്. നല്ല കഴിവുണ്ട്, അത് ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇപ്പോഴും അതന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു പിടുത്തം, അത് അസുഖം എന്നുള്ള രീതിയിലും പല രീതിയിൽ ചിലർക്കൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചെറിയ ഓരോരുത്തർക്ക് അങ്ങനെയുള്ളതായ വീക്ക്നെസ്സുകളുണ്ടാവും. അപ്പോൾ കൃഷ്ണയുടെ കറക്റ്റ് വീക്ക്നെസ്സാണ് ആ കവക്കെട്ടിലോടുകൂടെ വന്ന് കൃഷ്ണയുടെ ആ ഒരു നന്നായിട്ടൊരു പ്ലാറ്റ്ഫോം കിട്ടുന്ന സമയത്ത് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം. അപ്പോൾ അതൊന്നും നന്നായി പരിഹരിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും ചാൻസ് ഇല്ല. ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഭീകരമായി പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിനക്കത് എക്സൽ ചെയ്യണ്ടേ? അപ്പോൾ നന്നായി ചെയ്യാം കേട്ടോ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഡു വെൽ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. മോളെ കൃഷ്ണ നല്ല പാട്ടാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഞാൻ കൃഷ്ണയ്ക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് സിംഗിങ് വച്ചിട്ടുണ്ട്. അതിനൊപ്പം കൃഷ്ണ ഇത്തവണയും എത്തിയിട്ടില്ല. കൃഷ്ണയ്ക്ക് കുറച്ച് വോയിസ് പ്രോബ്ലംസ് ഉണ്ട് എന്ന് അറിയുന്നു. തീർച്ചയായിട്ടും അത് വേഗം ശരിയായി കൃഷ്ണയുടെ നല്ല പെർഫോമൻസസ് ഭാവിയിൽ ഞാൻ കേൾക്കണം. ഇവിടെയുണ്ടോ വേറെ എവിടെയെങ്കിലും ആണോ അറിയില്ല. പക്ഷേ കൃഷ്ണ ഒരു നല്ല സിംഗറായിട്ട് അറിയപ്പെടുന്നത് കാണാൻ ആഗ്രഹമുള്ളൊരു വെൽ വിഷറാണ് ഞാൻ. അത് ഈ ഒരു ചേച്ചി എപ്പോഴും കൃഷ്ണയുടെ പാടി തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യും കൃഷ്ണനെ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. കൃഷ്ണയ്ക്ക് എന്ത് തോന്നണോ എന്ന് പാടിയതിനെ പറ്റി? ഇനി ശരിയാക്കാനുണ്ട്. എന്തൊക്കെ ശരിയാക്കാനുണ്ട്? ഇതിപ്പോൾ ഒരു എക്സാം എന്നൊന്നും വിചാരിക്കണം, ജസ്റ്റ് ചുമ്മാ ചോദിക്കുന്നുള്ളൂ, ഒരു ഫ്രണ്ട്ലി ടോക്ക്. തൊണ്ടയുടെ ഇതൊക്കെ മാറ്റാനുണ്ട്. ഉണ്ട്. ഇത് സ്ട്രെയിൻ ആയിരുന്നോ ഈ പാട്ട്? ലൈക്ക് ഹൈ പിച്ച് വല്ല സ്ട്രെയിൻ ആണ്? ഇല്ല. മോൾക്ക് ഐ തിങ്ക് കുറച്ച് സൂക്ഷിക്കണം. ഓക്കെ, ബിക്കോസ് ഇത് വെറുതെ നമ്മളൊരു എന്തെങ്കിലും തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട് പോകും. പിന്നെ യു നോട്ട് ബി ഏബിൾ ടു കം ബാക്ക് ടു പാടാൻ ആ കൺട്രോൾ വോയിസിന് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും മെഡിക്കലി എന്തെങ്കിലും ത്രോട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ. ബട്ട് അതർവൈസ് കുറേയൊക്കെ മോളുടെ വെറുതെ ഒരു പേടിയിലാണ്. എന്നാൽ ഇപ്പോൾ വോയിസ് അവിടെ കേൾക്കാം, എന്നാലും കാതിൽ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോർമലി സിംഗേഴ്സ് അങ്ങനെ എന്താണ് അവിടെ കാതിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നതിന് കാരണം അവിടെ അല്ലെങ്കിൽ ചുറ്റിനും ഭയങ്കര മറ്റ് മ്യൂസിക്കൊക്കെ ലൗഡായിരിക്കും, വോയിസ് കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളത് അറിയാം. എന്നാൽ സൗണ്ട് ചെക്കിൽ മോൾ പറഞ്ഞില്ല വോയിസ് നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ അതുമായി ചില സ്ഥലത്തൊക്കെ നല്ല തുറന്ന് പാടുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ഒതുക്കി അങ്ങനെ, അതുകൊണ്ട് ഫ്ലാറ്റായിട്ട് വീഴുന്നു അവിടെയൊക്കെ. സോ യു ഹാവ് ടു സിങ് കോൺഫിഡൻ്റ്ലി. ആ കോൺഫിഡൻസ് മോൾ വെറുതെ ഈ തൊണ്ടയുടെ കാര്യം ആലോചിച്ചുകൊണ്ടാണെങ്കിൽ നടക്കില്ല. ഓക്കെ, സോ യു ഹാവ് ടു ബ്രിങ് ഔട്ട് യുവർ സെൽഫ് ഫ്രം ദാറ്റ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അനുശ്രീ ചേച്ചി. കൃഷ്ണ
നന്നായിട്ട് പാടി. ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. അത് വെച്ചുകൊണ്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, കാരണം വലിയ പാട്ടുകാരിയാവണ്ടേ പിന്നെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം അസുഖമൊക്കെ മാറ്റുക. അടുത്തതിൽ ഇതിലും നന്നായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പാടാൻ കഴിയട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം അല്ലേ? യെസ്. അപ്പോൾ സ്റ്റീഫൻ ചേട്ടാ, കൃഷ്ണ ഞാൻ എത്ര മാർക്ക് ഇടണം? ആ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വേഗം പറഞ്ഞു. അതെ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ല. എത്ര മാർക്ക് വെറുതെ കൂട്ടിയിടുന്നു അത്രയും മാർക്ക് കുറഞ്ഞിടും. ചുമ്മാ പറഞ്ഞ, ചുമ്മാ തമാശ പറഞ്ഞാണ്. പറ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, കളയരുത്. 8. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ന്യായമായി മുമ്പോട്ട് വെച്ചിരിക്കുന്നു 8. ഭയങ്കര കോൺഫിഡന്റ് ആണ് കൃഷ്ണയ്ക്ക് മാർക്ക് പറയാൻ. Seven. 7 marks. യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സുജാത ചേച്ചി. ചേച്ചി. 7. സോ വിജയ് ചേട്ടാ 1 മാർക്ക് അവിടുന്ന്. അര മാർക്ക്. അര മാർക്ക്. ഓഹോ. അപ്പോൾ ടോട്ടൽ സ്കോർ 20.5. കുഴപ്പമൊന്നുമില്ല അതെ, അല്ലേ? കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടുത്ത് തകർക്കും. തകർക്കും അല്ലേ? ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് ജസ്റ്റ് യെസ് എന്ന് പറയൂ. യെസ്. ആ ഓക്കെ ശരി. ഓൾ ദി All the ബെസ്റ്റ്. best, മോളെ. സോ 3 എക്സൈറ്റിംഗ് പെർഫോമൻസസ് കഴിഞ്ഞിരിക്കുകയാണ്. സോ വി കം ടു അവർ ലാസ്റ്റ് സെഗ്മെന്റ്. Which is top scorer. ആരാണ് ടോപ്പ് സ്കോറർ? ടോപ്പ് സ്കോറർ ശ്രീലക്ഷ്മി with 27.5. भैया ना धरो ओ बरमा, भैया ना धरो ओ बरमा, ना करो मुझसे भैया ना धरो. കൺഗ്രാറ്റുലേഷൻസ്. ഏഞ്ചൽ ഗേളിന് ഭയങ്കര വലിയൊരു കൺഗ്രാറ്റ്സ്. ഓക്കേ, അപ്പോൾ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഓക്കെ. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ദ സെലിബ്രിറ്റി ഗസ്റ്റ് അനുശ്രീ ഓൺ സ്റ്റേജ്. ढलगी चुनरिया तन से, ढलगी चुनरिया तन से, तन से, तन से. സോ അനുശ്രീ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആര് വന്നാലും ഒരു മനോഹരമായ ഒരു ആചാരമുണ്ട് ഇവിടെ. അതെ, നമ്മളൊന്നുമില്ല ചില റാഗിങ് എന്നോ അതെ, ചില അങ്ങനെ എന്ത് വേണമെങ്കിലും അതിനെ കുസൃതി വിളിക്കാം. ചോദ്യങ്ങൾ എന്നോ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം. പക്ഷെ നമ്മൾ അത് ചെയ്യാതെ നമ്മൾ വിടത്തില്ല. അതെ. ഓക്കെ. ഓക്കെ, വെറുതെ ഓപ്പൺ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ മതി, വേറെ ഒന്നും വേണം. അത്രേ ഉള്ളൂ. പക്ഷെ വേറെ ഇപ്രാവശ്യം ഒരു എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി. നമ്മുടെ ജഡ്ജസ് എല്ലാവരും കൂടെ തീരുമാനിച്ച് ചെറിയ ചേഞ്ച് വരുത്തി. വേറെ ഒന്നുമല്ല, നമ്മളായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നമ്മൾ ആ ജോലി മുഴുവൻ നമ്മുടെ കണ്ടസ്റ്റൻസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അനുശ്രീയിൽ നിന്നും അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കും അറിയില്ല. നമ്മൾ ആക്ച്വലി ചോദിച്ചു ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ടൈപ്പ് ആണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങളുടെ പല പാറ്റേണും ഉണ്ടെന്ന് പറഞ്ഞു. നോക്കാം ആരാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. ചോദിക്കാം. ചേച്ചി ചേച്ചി അഭിനയിച്ച ഡയമണ്ട് നെക്ലേസ് മൂവിയില്ലേ, അതിലെ അരനേട്ട സന്തോഷമായുള്ള ഡയലോഗില്ലേ, അത് നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ്റെ പേരിലോ വിജയ് ചേട്ടൻ്റെ പേരിലോ രജി ചേട്ടൻ്റെ പേരിലോ ഒന്ന് പറയണം. അയ്യോ സത്യമായിട്ട് ഇത് ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ അല്ല, എനിക്ക് ഇതിനകത്ത് ഒരു ബന്ധമില്ല. നമ്മൾ മൂന്നുപേരിൽ ഏറ്റവും മൂത്ത സ്റ്റീഫനാണ്. അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ ഓക്കെ, റെഡി. ആ പ്രായത്തിന്റെ കൺസിഡറേഷൻ കൊണ്ട് നോക്കണേ, ഇത് അവിടെ ഇരിക്കണോ ഞങ്ങളുടെ കാരണവരാ. ആരുടെ പേരിൽ പറയണം, അതാണ് ഇപ്പൊ പ്രശ്നം. നമുക്ക് ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് സ്റ്റീഫനാണ്. അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ സീനിയർ ആരാന്ന് എല്ലാവർക്കും അറിയാം. വേണ്ട കുഴപ്പമില്ല. ശരി, എന്നാ ഇഷ്ടമാണെങ്കിൽ അത് പറഞ്ഞു. സ്റ്റീഫൻ ചേട്ടാ സന്തോഷായില്ലേ? സ്റ്റീഫൻ ചേട്ടൻ നാണം ശരിക്കും സന്തോഷമായില്ലേ? സ്റ്റീഫൻ ചേട്ടൻ നാണം വന്നു തുടങ്ങി. കവിളൊക്കെ ഇങ്ങനെ തൊടുത്തു. അതെ അതെ, ശരി. അപ്പൊ അനുശ്രീ നല്ലതായിട്ട് ആക്ട് ചെയ്യും, ആ ഒരു അർത്ഥത്തിൽ തന്നെ പറഞ്ഞല്ലേ. സൂപ്പർ. ഹലോ, അത് ഞങ്ങൾക്കും അറിയാം. നീ ഫീലിംഗ് ആവാലേ. അതെ, ആക്ടിങ് തന്നെ ആയിരുന്നു, ഞങ്ങൾക്കൊക്കെ അറിയാം. ശരി, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥക്ക് മനസ്സിലായല്ലോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. ചേച്ചി, ഞാനിപ്പോൾ ഒരു ടങ് ട്വിസ്റ്റർ പറയും. ചേച്ചി ഇത് 5 പ്രാവശ്യം സ്പീഡായിട്ട് പറയണം. സിമ്പിൾ ആയിട്ടുള്ളതേ, ചെറുത് കുഞ്ഞത് പറഞ്ഞോളൂ. ഷീ സെൽസ് സീ ഷെൽസ് ഓൺ ദ സീ ഷോർ. ഷീ സെൽസ് സീ ഷെൽ ഓൺ ദ സീ ഷോർ. സ്പീഡായിട്ട് 5 പ്രാവശ്യം. അതില്ലേ പതുക്കെയൊക്കെ പറയുള്ളൂ. ഷീ സെൽസ് സീ ഷെൽ ഓൺ ദ സീ ഷോർ. ഷീ സെൽസ് സീ ഷെൽ ഓൺ ദ സീ ഷോർ. ആ മതി, 3 വട്ടം. 2 വട്ടം മോളും പറഞ്ഞു.
അപ്പൊ ഞാനൊന്ന് പറയാം. ഇപ്പൊ ടങ് ട്വിസ്റ്റർ ആയതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആ. ഉരുളി ഉരുളി വാറുരുളി. ഉരുളി ഉരുളി വാറുരുളി. ഉരുളി ഉരുളി വാറുരുളി. ഉരുളി ഉരുളി വാറുരുളി. വാറുരുളി. വാറുരുളിയിലൊരു വാലുരുളി. ഗുരു കടന്ന് മറയുമോ? വാലുരുളി. വാലുരുളിയിലൊരു ചോറുരുള. അത് മാത്രം മതി. വാലുരുളിയിലൊരു ചോറുരുള. വാറുരുളിയിലൊരു ചോറുരുള. വാലുരുളിയിലൊരു ഇത് വാലുരുളി. ചോറ് വാലാണോ? വാലുരുളിയിലൊരു ചോറുരുള. വാലുരുളിയിലൊരു ചോറുരുള. വാലുരുളിയിലൊരു ചോറുരുള. തകർന്നു. അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടങ് ട്വിസ്റ്റർ. ആണോ? ശോ, ഭയങ്കര ഇഷ്ടമാണ് ടങ് ട്വിസ്റ്റർ. ഇനിയുണ്ടോ? എന്താ ടങ് ട്വിസ്റ്റർ ആണോ? എന്തെങ്കിലും ഒപ്പിച്ചിട്ടേ വരുള്ളൂ. ചേച്ചി ദൈവത്തിനെ നേരിൽ കണ്ട എന്താ ചോദിക്കുക? ഇനി മേലല്ലേ ഇവിടെ ഇങ്ങനെ അല്ലേ നമ്മുടെ അടുത്ത്. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തരരുത്. അതെ. എന്നാലും എന്തായിരിക്കും ഒരു പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാൻ വരണമെന്നേ ചോദിക്കുള്ളൂ. അത് നല്ലതാണ്. രജിത്, ഐലൻഡിന്റെ ചോദ്യം ചോദിക്കൂ. നമ്മുടെ ഐലൻഡിന്റെ ചോദ്യം ചോദിക്കൂ. ഐലൻഡില്ലേ ആ ചോദ്യം? അതെ. അതായത് ഐലൻഡില് സപ്പോസ് ഒറ്റപ്പെട്ടു പോയാൽ കൂടെ ഒരാൾക്ക് നിൽക്കാം. ആരെ ചൂസ് ചെയ്യും? ഓപ്ഷൻ ഉണ്ട് അവിടെ. ചേച്ചി കാണിക്കുന്ന പോലെ. അല്ല, ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. ആ പറയുന്ന പേടിയൊന്നും വേണ്ട. അല്ല, ഒറ്റയ്ക്ക് പെട്ടു. ഐലൻഡിൽ ഒറ്റയ്ക്കാണുള്ളത്. സോ യു ക്യാൻ ചൂസ് വൺ പേഴ്സൺ ഇഫ് യു വാണ്ട് ടു ബി വിത്ത്. അത് ആരെ ചൂസ് ചെയ്യും? ഒരൊറ്റ ആളെ കൂടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഇപ്പൊ പറഞ്ഞ 2 ഓപ്ഷൻ അവിടെ ഉണ്ട്. വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. അവരുണ്ടോ കൂടെ? അവരെല്ലാവരും ചൂസ് യു ക്യാൻ. ഓഫ് കോഴ്സ്. വിജയ് ചേട്ടാ എപ്പോ വന്നാലും മൊബൈലിലിരിക്കും, അതുകൊണ്ട് വേണ്ട. താങ്ക് യു. എന്റെ ജീവിതത്തിന്റെ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. വിജയ, ഇതൊരു പാഠമാണ് കേട്ടോ. ആയിക്കോട്ടെ, നീ എന്നെ പാഠം പഠിപ്പിക്കണ്ട. അപ്പൊ അതിന്റെ ഏകദേശം ഉത്തരം കിട്ടിയല്ലോ. യെസ് മോളെ. അറ്റ് ദ മൊമെന്റ് ചേച്ചിക്ക് എന്താണ് മനസ്സിലൂടെ പാസ് ചെയ്യുന്നത്? ഒന്ന് പോയ വല്ലതും കഴിക്കായിരുന്നു. അറ്റ് ദ മൊമെന്റ് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താണ് മനസ്സിലൂടെ പാസ് ചെയ്യുന്നത്? അതാ മോളെ, ശരിക്കും വിശക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഷോക്ക് തീരാൻ പോവാണ്. പെട്ടെന്ന് മക്കളുടെ ചോദ്യമൊക്കെ കഴിഞ്ഞ ചേച്ചിക്ക് പോയി കഴിക്കാമല്ലോ. അപ്പോ യെസ്, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കുട്ടികളെല്ലാം. ഇനിയുണ്ടോ? ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ? അതാണ് ഒറിജിനൽ ക്വസ്റ്റ്യൻ. ഞങ്ങൾ ആക്ച്വലി ഇത്രയും നേരം റാഗ് ചെയ്ത് മൊത്തം അതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഒറിജിനൽ റാഗിങ്. ചേച്ചി എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഒരു എപ്പിസോഡും കൂടി ഇവിടെ ഉണ്ടാവും. സോ ആ എപ്പിസോഡിലേക്ക് ഞാൻ എന്തായാലും. അല്ല, അത് അതിലേക്ക് വേറെ ഉണ്ട്. ഇത് 2 വരെ ഉണ്ട്. ചേച്ചി അങ്ങനെ പാടാറിയത്തില്ല. അപ്പൊ ചേച്ചി പഠിച്ചിട്ട് വരാം. അപ്പൊ താങ്ക് യു സോ മച്ച് അനുശ്രീ ഫോർ ബീയിങ് സച്ച് എ സ്പോട്ട്. പക്ഷെ അനുശ്രീ ചേച്ചി എവിടെയും പോകുന്നില്ല. ഇനിയും നമ്മുടെ ഇവിടെ ഒരു എപ്പിസോഡും കൂടി ഇവിടെ ഉണ്ടാവും. യെസ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് വാച്ചിങ് സൂപ്പർസ്റ്റാർ ജൂനിയർ. യെസ്. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.